ഇന്ന് നമുക്ക് ഒരു സമൂസ ഷീറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു കട്ടിയിലുള്ള ഒരു ഡോ ആക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. അതായത് ഇത് കുഴച്ച് വരുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു ഡോ ആക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെരുവത്തിലോ ഇല്ലെങ്കിൽ പരന്നൊരു പാത്രത്തിലോ ഇട്ടൊന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി. ഇനി ഞാനിത് 6 ചെറിയ ബോളുകളാക്കിയിട്ടാണ് ഒന്ന് മുറിച്ചെടുക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ ബോളിൻ്റെ വലുപ്പത്തിലാണ് ഞാനിത് മുറിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൂരിയുടെ വലുപ്പത്തിലുള്ള ചെറിയ ബോളുകളാക്കി മുറിച്ചെടുത്താലും മതി. അപ്പോൾ ഒരു 8-9 എണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ. ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തേച്ചാൽ മതി. ഇനി ഓരോന്നും ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഓരോന്നെടുത്തിട്ട് ശകലം പൊടി ഇതിന് മുകളിലേക്ക് വിതറിയിട്ട് നമുക്കിത് ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഈ രീതിയിൽ എല്ലാം നമുക്കൊന്ന് പരത്തി മാറ്റി വെക്കാം. എല്ലാം പരത്തിയതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് കൊണ്ടാണ് തേക്കുന്നത്. കൈകൊണ്ട് തേച്ച് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഓയിൽ എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. നന്നായിട്ട് ഓയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ശകലം മൈദപ്പൊടി എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മൈദപ്പൊടിയും എത്താൻ ശ്രദ്ധിക്കണം. അതിനുശേഷം രണ്ടാമത്തെ പൂരി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ പൂരിക്ക് വലിപ്പം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലും ഓയിൽ തേക്കുക. അതിന് മുകളിലേക്ക് ശകലം പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ പൂരി എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇതേപോലെ ഒന്ന് വലിച്ച് സൈഡൊക്കെ ഒരേപോലെ ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് പൊടി മാത്രം വിതറി കൊടുത്താൽ മതി. ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരു 3 പൂരിയൊക്കെ വെച്ചേച്ചാൽ മതി കേട്ടോ. ഒന്ന് മറിച്ചും കൂടി ഇട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. മറിച്ചിട്ട് കഴിയുമ്പോൾ അടിഭാഗത്തത് പരന്ന് ഇതിൻ്റെ ഒപ്പം എത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് വലിച്ച് വെച്ച് കൊടുക്കണം. മറ്റേ പൂരികളുടെ ഒപ്പം തന്നെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് പരത്തി ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം.